അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇത് മത്സരങ്ങളുടെ കാലമാണ്. തീപ്പാറുന്ന മത്സരം, ശക്തിപ്രകടനം, അതൊക്കെയാണ് നമ്മൾ നിത്യവും കാണുന്നതും കേൾക്കുന്നതും. സ്ഥാനാർത്ഥികൾ പരസ്പരം വിജയിക്കാൻ വേണ്ടി മത്സരത്തിലാണ്. എന്നാൽ സത്യവിശ്വാസി എപ്പോഴും മത്സരത്തിലായിരിക്കണം. എന്താണ് മത്സരം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നൊരു മത്സരമുണ്ട്. അത്തനാഫുസു ഫിൽ ഖൈറാത്ത് ഫീ ദാലിക ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ. മത്സരിക്കണം, മത്സരബുദ്ധിയ നന്മയിൽ മുന്നേറാൻ ശ്രമിക്കണം. അതാണ് സത്യവിശ്വാസിയുടെ മത്സരം. ആ മത്സരത്തിൽ നമ്മൾ വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്യാൻ സന്നദ്ധനാവണം. അപ്പോഴാണ് നമ്മൾ മത്സരത്തിൽ വിജയിക്കുക. സഹാബാക്കൾ ചിലർ വന്നിട്ട് സങ്കടപ്പെടുന്നുണ്ട്, ഞങ്ങൾ മത്സരത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടല്ലോ, അതിനുള്ളൊരു പരിഹാരം വേണം. അന്നനാസമിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ സഹാബാക്കൾ വന്ന് നബി തങ്ങളോട് സങ്കടപ്പെടുകയാണ്. യാ റസൂലല്ലാഹ്, ലഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂരി. പ്രതിഫലമൊക്കെ സമ്പന്നർ കൊണ്ടുപോവുകയാണ്, ഞങ്ങൾ അവരോട് മത്സരിച്ചിട്ട് എവിടെ എത്തുന്നില്ല. എന്താ കാരണം എന്നറിയോ? യുസല്ലൂന കമാൻ ഉസല്ലി, അവർ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാൻ ഉസൂമു, ഞങ്ങളെപ്പോലെ അവർ വ്രതമനുഷ്ഠിക്കുന്നുണ്ട്. വയസദ്ദഖൂന ബി ഫുദൂലി അമാലിയും, അതിൻ്റെ പുറമെ എക്സ്ട്രാ ഞങ്ങൾക്ക് കഴിയാത്തൊരു കാര്യം അവർ കഴിയുന്നുണ്ട്. അവർ സമ്പന്നരാണല്ലോ, അവരുടെ സമ്പത്തിൽ ആവശ്യമുള്ളത് കഴിച്ചിട്ട് ബാക്കി അവർ ദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ തോറ്റു പോകുന്നത് മത്സരത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ കൂടെ പിടിച്ചിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം, ഒരു റെമഡി, സൊല്യൂഷൻ പറയണം. ആ സമയത്ത് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയോ? അവലൈസഖദ് ജഅലല്ലാഹു ലകും തസദ്ദഖൂൻ, നിങ്ങൾ സദഖ ചെയ്യാനൊന്നും അല്ലാഹ് തന്നിട്ടില്ലേ? അതിനൊരു പരിഹാരമില്ല, അതിനൊരു മാർഗ്ഗവുമില്ല. നിങ്ങൾക്ക് സദഖ ചെയ്യാനുള്ള ദാനം ചെയ്യാനുള്ള മാർഗ്ഗം അല്ലാഹു തആല നൽകിയിട്ടില്ലേ? എന്നിട്ട് നബി തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുക. ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ, സമ്പത്ത് കൊണ്ട് മാത്രമല്ല സദഖ. തസ്ബീഹ് ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, ഓരോ തക്ബീറും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അത് അവർ സമ്പത്ത് കൊടുത്ത അതേ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വകുല്ല തഹ്മീദത്തിൻ സദഖ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സദഖയാണ്. വകുല്ലി തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ, അതും സദഖയാണ്. അമ്റും ബിൽ മഅറൂഫി സദഖ, നല്ലൊരു കാര്യം ഒരാളോട് കൽപ്പിച്ചാൽ അത് സദഖയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദഖ, ഒരു തിന്മ വിരോധിച്ചാൽ അതും സദഖയാണ്. വഫീ ബുളി അഹദിക്കും സദഖ, എത്രത്തോളം നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് പോലും സദഖയാണ്. അപ്പോൾ സഹാബത്ത് തിരിച്ചു വയ്ക്കുന്നൊരു ചോദ്യമുണ്ട്. ഖാലു യാ റസൂലല്ലാഹ് അയതി അഹദുനാ ശഹവത്തുഹു വയകൂനു ലഹു ഫീ അജ്ർ. ഒരാൾ വികാരം, അവൻ്റെ ആവശ്യം നിർവഹിച്ചാൽ ഭാര്യയുമായി ബന്ധപ്പെട്ട അതിനും പ്രതിഫലമുണ്ടോ? അത്ഭുതത്തോടെ, വിസ്മയത്തോടെ, കൗതുകത്തോടെ ചോദ്യം ചോദിച്ചപ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഖാല അറഅയ്തും ലൗ വളഅ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്റുൻ. ഹറാമായ രീതിയിൽ അന്യ സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ കുറ്റം ലഭിക്കൂലേ, ശിക്ഷ ലഭിക്കൂലേ? എന്നാൽ ഫകദാലിക ഇദാ വളഅ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. ഹലാലായ രീതിയിൽ വിവാഹിതനായ ഭാര്യയും ഭർത്താവും വിവാഹത്തിന് ശേഷമുള്ള ആ ബന്ധം, അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മത്സരത്തിൽ നിങ്ങൾ ഒട്ടും പരാജയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കും വിജയിക്കാൻ അവസരമുണ്ട്. സമ്പന്നരെ അതേ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. സമ്പത്ത് മാത്രം കൊടുത്താലല്ല സദഖയുടെ കൂലി കിട്ടുക. സദഖയുടെ കൂലി കിട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഈ ഹദീസ് നമുക്ക് കിട്ടുന്നൊരു പാഠമാണ്. എപ്പോഴും മത്സരബുദ്ധി വേണം, ഖൈറായ കാര്യത്തിൽ എപ്പോഴും മത്സരബുദ്ധി വേണം. അതേപ്രകാരം തന്നെ നന്മയുടെ വഴികൾ നിരവധിയാണ്. ഒരെണ്ണം മാത്രം അതിൽ കടിച്ചു തൂങ്ങേണ്ടതില്ല. ഒന്ന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതേ പ്രതിഫലം ലഭിക്കുന്ന നമുക്ക് പറ്റുന്ന മറ്റു കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ ചെയ്താലും ആ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് എല്ലാ മത്സരത്തിലും നാം അറ്റൻഡ് ചെയ്യുകയും അതിലൊക്കെ വിജയിക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.